നമ്മളിന്ന് വന്നിട്ടുള്ളത് പെരിന്തൽമണ്ണയിലെ ലീഡിംഗ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള PGAയിലാണ്. PGAയുടെ ഫൗണ്ടർ ആൻഡ് CEO ആയിട്ടുള്ള മൂസക്കുട്ടി സാർ നമ്മളോടൊപ്പം നില 24 ലൈവിൽ ചേരുന്നു. സർ, PGA എന്ന ഒരു സ്ഥാപനം നമ്മൾ പെരിന്തൽമണ്ണയിൽ തുടങ്ങാൻ സാറിന് പ്രചോദനമായ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? PGA എന്നുള്ളതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് പാത്ത് ഗൈഡൻസ് അക്കാഡമി എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങാനുണ്ടായിട്ടുള്ള കാരണം, ഞാനൊരു 16 വർഷത്തിലേറെയായിട്ട് ഒരു പ്രൊഫഷണൽ ട്രെയിനറാണ്. എന്ന് പറയുമ്പം ബിസിനസ് മാനേജ്മെൻറ്റ് ട്രെയിനിങ്, മോട്ടിവേഷൻ ട്രെയിനിങ്, അതുപോലെയുള്ള എല്ലാ ഐറ്റം ട്രെയിനിങ്ങുകളും സോഫ്റ്റ് സ്കിൽസ് ട്രെയിനിങ്ങുകളും കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ വ്യത്യസ്ത കമ്പനികളിലും കോർപ്പറേറ്റ്സുകളൊക്കെ ട്രെയിനിങ് നടത്താൻ പോകുമ്പം അവരുടെയൊക്കെ ഏറ്റവും മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ക്വാളിറ്റി മാൻ പവർ ക്രഞ്ചാണ്. എന്ന് പറഞ്ഞാൽ ക്വാളിഫിക്കേഷനുള്ള ഇഷ്ടം പോണ ആളുകൾ കിട്ടാനുണ്ട്, ക്വാളിറ്റിയുള്ള ഒരെണ്ണത്തിനെ പോലും കിട്ടാനില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു പേരിട്ടതും ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങിയതും. ഇതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് പാത്ത് ഗൈഡൻസ് അക്കാഡമി എന്നാണ്. വഴി കാണിച്ചു കൊടുക്കലാണ് നമ്മളുടെ ദൗത്യം. എന്ന് പറഞ്ഞാൽ കൃത്യമായ പുസ്തക ചട്ടക്കുള്ളിലുള്ളത് പഠിപ്പിക്കുന്നതിന് പകരം അവനവൻ്റെ മേഖലയിൽ എക്സൽ ചെയ്യാൻ ആവശ്യമായ എല്ലാ ട്രെയിനിങ്ങുകളും കൊടുത്തുകൊണ്ട് ഈ സ്ഥാപനത്തിൽ വരുന്ന ഓരോ വ്യക്തിയെയും അവൻ്റെ മേഖലയിൽ എക്സലൻ്റാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് PGAയുടെ ദൗത്യം. അതുതന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാർ, എത്ര വർഷമായി ഈ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട്? സാധാരണഗതിയിലെ ഒരു സ്ഥാപനം തുടങ്ങിയ നമുക്ക് ചാലുവായി തുടങ്ങിയ 2-3 വർഷമാവും. പക്ഷേ എൻ്റെ അറിവിൽ ഈ ഒരു സ്ഥാപനം 1.5 ഇയർ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സ്ഥാപനം ഇത്രയും പ്രഗത്ഭമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ താങ്കൾക്ക് എന്താണ് കൂടുതലായിട്ട് ഇൻസ്പയർ ആയിട്ടുള്ള ഒരു കാര്യം? മാഡം പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ 2 വർഷം ആകുന്നതേ ഉള്ളൂ ഈ സ്ഥാപനം തുടങ്ങിയിട്ട്. പക്ഷേ എല്ലാവരെയും പോലെ ഞാനും സെറ്റ് ചെയ്തിരുന്നൊരു ഗോള് ഒരു 2 വർഷം കൊണ്ട് ബ്രേക്ക് ഈവൻ ആക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ നമ്മൾ 1 വർഷം കൊണ്ട് തന്നെ സ്ഥാപനം നല്ല ലാഭത്തിലേക്ക് എത്തി എന്നുള്ളതാണ് കാര്യം. ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് അത്രയും നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ഥാപനമാണ് PGA എന്ന് പറയുമ്പോൾ. നമ്മുടെ നാട്ടിലെ ഒരു രീതി, ഒരു പ്രിവെൻറ്റീവ് ഇൻ്റർവെൻഷന് പകരം ഒരു കൺവെൻഷനൽ ഇൻ്റർവെൻഷനാണ് നമ്മുടെ നാട്ടിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മോഡ്യൂൾസ് അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ ചട്ടക്കുള്ളിലുള്ളത് പഠിപ്പിച്ച് പരീക്ഷ അതിൽ മാക്സിമം മാർക്ക് വാങ്ങി പുറത്ത് വിടുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ രീതി. അതുകൊണ്ട് തന്നെ കേരളത്തിൽ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളൊരു സംസ്ഥാനമാണ് കേരളം. എന്ന് പറഞ്ഞാൽ തൊഴിലിന് യോജിക്കാത്തത് കൊണ്ട് പിന്തള്ളപ്പെടുന്ന അൺഎംപ്ലോയ്മെൻറ്റ് ഏറ്റവും കൂടുതലുള്ള സ്റ്റേറ്റ് കേരളമാണ്. പഠനമുണ്ടാകും, പക്ഷേ ക്വാളിറ്റി ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ PGA നൽകുന്നത് ഇവിടെ വരുന്ന ഓരോ കുട്ടിയെയും അവൻ്റെ പഠിക്കാനുള്ള മോഡ്യൂൾസുകൾക്കൊപ്പം അവന് ലൈഫ് സ്കിൽസുകൾ അല്ലെങ്കിൽ സോഫ്റ്റ് സ്കിൽസുകൾ നൽകി അവൻ്റെ മേഖലയിൽ അവനെ എക്സലൻ്റാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ വ്യത്യസ്ത കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഹെൽത്ത് കെയർ സ്ഥാപനങ്ങളിലൊക്കെ ഞാൻ ട്രെയിനിങ് കൊടുക്കുന്ന നിരന്തരം ആളുകളെ ശ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേതൃത്വം കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിന് അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാകുമെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ ആളുകൾ ഇവിടെ വരികയും അവർ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിലധികം നമ്മൾക്ക് കൊടുക്കാൻ കഴിയുകയും ചെയ്യുന്നത് കൊണ്ട് 1 വർഷം കൊണ്ട് തന്നെ നമ്മുടെ സ്ഥാപനം നല്ല വിജയത്തിലേക്ക് എത്തുകയും ഇവിടെ വന്ന കുട്ടികളൊക്കെ ഒരു എൻ്റയർലി ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി ആയിട്ടാണ് ഇവിടെ നിന്ന് തിരിച്ചു പോയിട്ടുള്ളത്. ഏത് രീതിയിലാണോ ഇവിടെ കടന്നു വരുന്നത് ആ രീതിയിൽ തന്നെ തിരിച്ചു പോകാതെ അവരുടെ ഏത് മേഖലയാണോ തിരഞ്ഞെടുത്തിട്ടുള്ളത് ആ മേഖലയിൽ അവരെ എക്സലൻ്റാക്കി മാറ്റിയിട്ടാണ് നമ്മൾ പുറത്ത് വിടുന്നത്. അതുകൊണ്ട് തന്നെ അവരൊക്കെ നമ്മൾ ഇൻറ്റേൺഷിപ്പിന് കൊടുക്കുന്ന സ്ഥാപന മേധാവികളെ തിരിച്ചറിഞ്ഞ് അവരെ ജോലിക്ക് നിയമിക്കുന്ന ഒരവസ്ഥ സംജാതമായിട്ടുണ്ട്. അത് സ്ഥാപനത്തിനും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. സർ, എന്തുകൊണ്ടാണ് ഈ ഒരു PGA ബാക്കി സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ടിരിക്കുന്നത്? ഇവിടെ ഇപ്പോൾ നമുക്ക് കുട്ടികൾക്ക് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്, അങ്ങനെ വ്യത്യസ്തമായ ട്രെയിനിങ് സ്കിൽസുകൾ ഇവിടുന്ന് കുട്ടികൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വ്യത്യസ്തമായിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ എന്തൊക്കെയാണോ ഇവിടെ വ്യത്യസ്ത 10ഓളം കോഴ്സുകൾ ഞങ്ങളിവിടെ നടത്തുന്നുണ്ട്. ഈ കോഴ്സുകൾക്ക് കുട്ടികൾക്ക് എന്തൊക്കെയാണോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെ പുറമെ അവരുടെ മേഖലയിൽ അവർ എക്സലൻ്റ് ആക്കാൻ ആവശ്യമുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട്. ഉദാഹരണമായി ആദ്യം നമ്മൾ കൊടുക്കുന്നത് അവരെ സ്റ്റേജ് ഫിയർ ഇറാഡിക്കേഷൻ നടത്തുക എന്നുള്ളതാണ്. അതായത് ഏത് സമൂഹത്തെയും ഏതൊരു ബോഡിയെയും ഫേസ് ചെയ്തുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് അവരുടെ കാര്യം അവർക്ക് ആർജവത്തോടു കൂടി പറയാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ആ കല എന്ന് പറഞ്ഞാൽ പ്രസംഗകല എന്ന് പറയുന്നത് മറ്റു സോഫ്റ്റ് സ്കിൽസുകളുടെ മാതാവാണ്. അത് അവരിൽ ആദ്യം നേടിയെടുക്കാൻ അവർക്ക് സാധിച്ചാൽ
ബാക്കി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീഡർഷിപ്പ് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ടൈം മാനേജ്മെൻറ്റ്, പ്രോബ്ലം സോൾവിങ്, എമ്പത്തറ്റിക് ഇൻട്രാക്ഷൻസ്, എമ്പത്തറ്റിക് ബിഹേവിയർ, അസേർട്ടീവ് ഇൻട്രാക്ഷൻസ് പോലെയുള്ള എല്ലാ ക്വാളിറ്റീസും ഒരു മനുഷ്യൻ അനിവാര്യമായത് എത്രയും വേഗത്തിൽ നേടിയെടുക്കാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഈ ബേസ് വെച്ച്, ഈ പ്രസംഗ കളരിയുടെ ബേസ് വെച്ച് മറ്റുള്ള സ്കിൽസുകളും നമ്മൾ അവർക്ക് വളരെ ഈസി ആയിട്ട് അവർക്ക് നൽകുന്നു. അവസാനം ഒരു പെൻസിൽ ഷാർപ്പൺ ചെയ്യുന്നത് പോലെ അവരെ ഷാർപ്പൺ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻ്റർവ്യൂ ടെക്നിക്സ്, അത് മോക്ക് ബിഹേവിയറൽ ഇൻ്റർവ്യൂ വരെ ആയിക്കൊണ്ട് ഞങ്ങൾ അവർക്ക് നൽകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ PGയിൽ പഠിച്ച ഒരു കുട്ടി ഏത് മേഖലയിൽ കടന്നു ചെന്നാലും അവൻ അവിടെ അടയാളപ്പെടുത്തിയിട്ടേ അവൻ കടന്നു പോകും. എന്ന് പറഞ്ഞാൽ പാടാത്ത പാട്ടുമായി കടന്നു പോകുന്ന അവനാകില്ല, അവനെ അടയാളപ്പെടുത്തി തന്നെ കടന്നു പോകുന്നവനാകും. അതുകൊണ്ട് തന്നെ അവരെ ഹയർ ചെയ്യുന്ന ഏത് സ്ഥാപനത്തിനും അവർക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല എന്നുള്ളതാണ്. നമ്മുടെ ഒരു ന്യൂ ജനറേഷനെ വാർത്തെടുക്കുക എന്നുള്ളതാണ് സാർ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പറഞ്ഞത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയെ തന്നെ തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു കാരണം എന്തായിരുന്നു സാർ? അതിന് വ്യത്യസ്ത കാരണങ്ങളുണ്ട്. ഒന്ന്, മലപ്പുറം ജില്ല എൻ്റെ ഒരു ഹോം ഡിസ്ട്രിക്റ്റാണ്. രണ്ട്, എൻ്റെ പ്രവർത്തന മേഖല ഒരു 2-3 വർഷം മുമ്പ് വരെ കോഴിക്കോടായിരുന്നെങ്കിലും ഞാൻ കോഴിക്കോട് ഓപ്റ്റ് ചെയ്യാതെ പെരിന്തൽമണ്ണ ഓപ്റ്റ് ചെയ്തതിൻ്റെ കാരണം, പെരിന്തൽമണ്ണ ഈ അടുത്ത കാലത്ത് കേരളത്തിലെ ഒരു ഹോസ്പിറ്റൽ സിറ്റിയോടൊപ്പം തന്നെ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബുമായിട്ട് അറിയപ്പെടുകയാണ്. ധാരാളം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും മേധാവികളും ഒക്കെ പെരിന്തൽമണ്ണയിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ഞാൻ